രാജീവ് ചന്ദ്രശേഖർജി ആദ്യം തന്നെ ശ്രീ അനൂപ് ആന്റണിയെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഛത്തീസ്ഗഡിലെ ഭരണകൂടവുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളായിട്ടുള്ള അദ്ദേഹത്തിനെ അങ്ങോട്ട് അയക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹവും ശ്രമം നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. വളരെ നമുക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്ത കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഇത് നടക്കുമ്പോഴും സെഷൻസ് കോടതിയിൽ കേസ് പോവുകയാണ്. സന്തോഷമുള്ള നടപടികളല്ല അവിടെ നിന്ന്. അല്ല, അതിൻ്റെ അകത്തൊരു വിഷയം, ഇതിൻ്റെ അകത്ത് ഇടപെടുന്നവരെല്ലാം ഒരു കാര്യം കണ്ടുപിടിക്കണം. മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ പോയി. അത് ഈ കോൺഗ്രിഗേഷൻ്റെ അതായത് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് ചുമതലപ്പെടുത്തിയ ആളല്ല. ഇന്നലെയും ഞാൻ CBCIയോട് ചോദിച്ചിരുന്നു, അത് അവരും ചുമതലപ്പെടുത്തിയ ആളല്ല. നടപടികൾ പൂർത്തിയാക്കാതെ ഒരു ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും അത് തള്ളുകയാണ് ആദ്യം ഉണ്ടായത്, ആദ്യത്തെ നടപടി. ഇപ്പോൾ ഇവർക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഭയങ്കര മതേതരവാദികളും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ആറ്റുചാലിൽ അച്ഛൻ്റെ നട്ടല് തകർക്കുമ്പോൾ അതിനുള്ള മിണ്ടുകല, കാരണം PFIക്കാരായതുകൊണ്ട്. പാലാ ബിഷപ്പിന് എതിരെ പ്രകടനം നടത്തുമ്പോൾ പാലാ ബിഷപ്പിന് എതിരെ കേസെടുക്കണമെന്നാണ് VD സതീശൻ പറഞ്ഞത്. അതപ്പുറത്ത് PFI ആയതുകൊണ്ട്. അവരൊന്ന് പറയണം, ഈ ആരാണ് ആ ജാമ്യാപേക്ഷ കൊടുത്തതെന്ന്. അതാണ് അതിൻ്റെ തുടക്കം. കാരണം പോലീസ് ഞായറാഴ്ച രാവിലെ തന്നെ ഈ മാതാപിതാക്കളെ കൊണ്ടുവന്നിരുന്നു. അവർ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച ജാമ്യാപേക്ഷ കൊടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അന്ന് കൊടുത്തില്ല. ഇവർ ആദിവാസികളാണ്, പാവം മനുഷ്യരാണ്. അവർ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ചൊവ്വാഴ്ച ഇവർ പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ്, അതായത് ഇവരെ ഹാജരാക്കണം കോടതിക്ക് നടപടി വേണമെങ്കിൽ. ഇവർ പുറപ്പെട്ട് കഴിഞ്ഞപ്പം പെട്ടെന്നൊരു ജാമ്യാപേക്ഷ അപ്പം തന്നെ തള്ളി. അപ്പോൾ അത് ഈ ഭയങ്കര ക്രിസ്തീയ വിശ്വാസികളും മതേതരവാദികളും ഒക്കെ ആയിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് അറിയാമെങ്കിൽ അതൊന്ന് പറയുന്നതല്ല, മാധ്യമങ്ങളും ഒന്ന് കണ്ട് പിടിക്കണം ആ കാര്യത്തിൽ. ആരാ ജാമ്യം കൊടുത്തോ? ദേഷ്യം കൊണ്ടോ എന്തൊരു ദേഷ്യം, ചിരിച്ചോണ്ട് ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു അല്ല, എൻ്റെ സുഹൃത്തെ, നടപടിക്രമം പൂർത്തിയാക്കാതെ ജാമ്യം കൊടുത്താൽ അപേക്ഷ കൊടുത്താൽ തള്ളിക്കളയും, അറിയത്തില്ലേ? അങ്ങനെ പറ്റിയതാണ്. അതിൻ്റെ അകത്ത് കോൺഗ്രസ്സുകാരാന്ന് പറഞ്ഞില്ല. കോൺഗ്രസ്സുകാരനാണോ? പേടിക്കണ്ട, കോൺഗ്രസ്സുകാരനാന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അല്ലല്ല, അത് എനിക്ക് രാഷ്ട്രീയം പറയാമല്ലോ. ഞാൻ രാഷ്ട്രീയക്കാരനാകുമ്പം രാഷ്ട്രീയ ചോദ്യം വരുമ്പം തിരിച്ചു ചോദിക്കും. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലല്ല, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എൻ്റെ സുഹൃത്തെ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു വഴിയല്ല, തിരിച്ചും ചോദിക്കാം. നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെയാണ്. എവിടെയെങ്കിലും പത്രപ്രവർത്തകരോട് ചോദിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വെച്ചിട്ടില്ല. ആ ചോദ്യം ചോദിക്കും, തിരിച്ചു ചോദിക്കും. അതിന് ദേഷ്യപ്പെടരുത്. നിങ്ങൾ ആദ്യം തന്നെ വളരെ രൂക്ഷമായിട്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഇത് പിടിച്ചിരിക്കുന്ന കൂടത്ത് നിങ്ങളില്ലായിരുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയും, ഈ ലൈവ് കൊടുക്കരുതെന്ന്. കാരണം എല്ലാ ചാനലുകളെ പറ്റി എനിക്കറിയാമല്ലോ, ഞാൻ കുറച്ച് വർഷമായല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ചാനലിൻ്റെ പേര് പറഞ്ഞ് മറുപടി പറയും. അത് പലപ്പോഴും അല്ല, ഞങ്ങളൊരു ജനാധിപത്യ വിശ്വാസികളാണ്. അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യപരമായിട്ട് ഈ രാജ്യം അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞങ്ങൾക്ക് ഈ വലിയ പണക്കാരോ അങ്ങനെയുള്ളവരല്ല, ഈ രാജ്യം അടക്കി ഭരിക്കുന്നവരോ അങ്ങനെയുള്ളവരല്ല ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കും. അതുകൊണ്ട് കൊണ്ടുപോയ പെൺകുട്ടികളെ ക്രിസ്ത്യൻ വിശ്വാസികളല്ലേ? അല്ല, അത് കോടതിയിലല്ലേ പറയേണ്ടത്? സബ് ജുഡീഷാണ് സാർ, ഞാനൊരു മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്നും പറയാൻ പറ്റില്ല. അത് കോടതി തീരുമാനിക്കട്ടെ. വേറെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും കണ്ട ശേഷം അനൂപ് ആന്റണിയെ മാധ്യമങ്ങളോട് പറഞ്ഞത്
ഇവരുടെ ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ വരുമ്പോൾ അതിനെ പ്രോസിക്യൂഷൻ സർക്കാർ എതിർക്കില്ല എന്നാണ് അന്ന് മാധ്യമങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇന്നലെ കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ മനസ്സിലായി പ്രോസിക്യൂഷൻ ഇവർക്ക് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല ഇത് മനുഷ്യക്കടത്ത് ഉൾപ്പെട്ടെന്ന് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തു. അപ്പോൾ ശരിക്കും BJP ഇവിടുത്തെ ക്രൈസ്തവ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നില്ല ശരിക്കും. ചോദിച്ചിട്ടുള്ള ഒരു ഇത് കണ്ടില്ല, എന്തൊരു ആവേശത്തിലായ കോടതി പറഞ്ഞത് കോടതിയുടെ യൂറിസ്ട്രിക്ഷൻ്റെ കാര്യമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. ഏത് കോടതി എന്നുള്ളതാണ്, അത് വേറൊരു വിഷയമാണ്. അപ്പോൾ കോടതി ഹൈക്കോടതിയിലോ കണ്ടിട്ടില്ലേ, ഈ ജഡ്ജ് ഇതിൻ്റെ അകത്ത് വാദിക്കുന്നതിൽ ചിലപ്പോൾ പ്രതിഭാവം പറയും, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അപ്പോൾ അവർ വിഡ്രോ ചെയ്യും, അതിൻ്റെ അകത്ത് മെറിറ്റ് വരുന്നില്ല. അപ്പോൾ അതാണ് അവിടെ ചോദിച്ചത്. അവിടെ കോടതിയുടെ കാര്യത്തിൽ മജിസ്ട്രേറ്റ് കോടതി, ഞാൻ പറഞ്ഞല്ലോ, മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇത് തള്ളിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. അപ്പോൾ ആരാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ വേറൊരു കാര്യം, ഈ കോൺഗ്രസ്സുകാർ ഡൽഹിയിൽ സമരം ചെയ്യുമ്പോൾ ഛത്തീസ്ഗഡിലെ MP മാരെ ഒന്നും കാണുന്നില്ല ആ കൂട്ടത്തിൽ. അത് നിങ്ങൾ ചോദിക്കണ്ടേ? ഒരു MP ഇല്ല. ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു MP ഉണ്ട്, അവരില്ല. രാജ്യസഭയിൽ നിന്നുള്ള MP മാരില്ല. ഇന്നലെ ലോക്സഭയിൽ ബഹളം വെച്ചപ്പോൾ ആ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു MP പ്രതികരിച്ചില്ല. പിന്നെ നാരായൺപൂരിൽ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ, ഞാൻ പത്രത്തിൻ്റെ പേരും പത്രപ്രവർത്തകൻ്റെ പേരും പറയുന്നില്ല, 2023 അവിടെ ഇലക്ഷൻ അനലൈസിന് പോയപ്പോൾ നാരായൺപൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ക്രിസ്ത്യൻ പള്ളികളിൽ പോയിട്ടില്ല എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പലർക്കും വേണമെങ്കിൽ എടുത്തു തരാം, ഒന്ന് തപ്പണമെന്നേ ഉള്ളൂ. എന്തുകൊണ്ട് പോയില്ല? അവിടെ അതിന് തൊട്ടു മുമ്പ് നടന്ന അവിടെ ഒരു വിഷയം ഉണ്ടായിരുന്നു, അത് കോൺഗ്രസ്സുകാരാണ് ഉണ്ടാക്കിയത്, കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് നേതൃത്വം കൊടുത്തത് എന്നെല്ലാം ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിങ്ങൾക്കറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്, CPIയുടെ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നു, 4000-5000 വോട്ട് കിട്ടി. BJP സ്ഥാനാർത്ഥി 20,000 വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ BJPയുടെ സ്ഥാനാർത്ഥി പള്ളിയിലൊക്കെ പോയായിരുന്നു. ഇനി വേറൊരു കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ടത്, ഈ പോലീസ് സ്റ്റേഷനിലുമൊക്കെ പോയ അവസരത്തിൽ ഈ അവിടെയുള്ള ആൾക്കാരാണ് പോയത്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, അറിയാമല്ലോ, ആദിവാസി മേഖലയാണ്. അതിൽ കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നോ എന്ന് മാധ്യമങ്ങൾ ഒന്ന് അന്വേഷിക്കണം.